ബുദ്ധ മാത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ SCERT ക്ലാസ് 10ന്റെ മാത്തമാറ്റിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ചാപ്റ്ററിലേക്ക് കിടക്കുന്നതിന് മുന്നേ നിങ്ങളെ ആദ്യമായിട്ട് പറയുകയാണ്, നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം. ഓക്കെ, അപ്പം നമുക്കിനി അരിത്തമെറ്റിക് സീക്വൻസിൽ ഏത് ഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നോക്കാം. തൊട്ട് മുന്നത്തെ എപ്പിസോഡുകളിൽ നമ്മൾ സീക്വൻസ് എന്താണ് അല്ലേ, കുറേ സീക്വൻസുകൾ തന്നിട്ട് നമ്മൾ കുറേ പ്രോബ്ലംസ് ഒക്കെ ചെയ്തു കഴിഞ്ഞാണ്. അപ്പം ഇനി നമുക്ക് പഠിക്കാനുള്ളത് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ഭാഗമാണ്. നമ്മുടെ ചാപ്റ്ററിലെ ഏത് ഭാഗമാണ്? അരിത്തമെറ്റിക് സീക്വൻസ്. എന്താണ് അരിത്തമെറ്റിക് സീക്വൻസ് എന്നുള്ളത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതാണ് അല്ലേ, എന്താണ് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞതാണ്. പക്ഷെ നമ്മുടെ ഈ ഭാഗം വരുന്നത് അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അതിൽ കുറച്ച് പ്രോബ്ലംസും ടെക്സ്റ്റിൽ കുറച്ച് ആക്ടിവിറ്റീസും ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് സീക്വൻസ്. അപ്പം ഞാനിവിടെ ഒരു 2-3 സീക്വൻസ് എഴുതാണേ. 2 4 6 8. അടുത്തത് 1 3 5 7 9. 1 1/2 2 2 1/2 എക്സെട്ര. കണ്ടോ നിങ്ങൾ? ഇവിടെ ഞാൻ 3 സീക്വൻസുകൾ എഴുതിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ നോക്കണം, നമ്മൾ പഠിക്കുന്നത് എന്താണ്? അരിത്തമെറ്റിക് സീക്വൻസ്. അപ്പം അരിത്തമെറ്റിക് സീക്വൻസും സീക്വൻസും തമ്മിൽ എന്താണ് ഡിഫറൻസ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം ഞാൻ ആദ്യം തന്നിരിക്കുന്ന 3 സീക്വൻസുകൾ നിങ്ങൾ ആദ്യം കൺസിഡർ ചെയ്യുക. അതിൽ ആദ്യത്തെ സീക്വൻസ് നോക്കാം, 2 4 6 8 അല്ലേ. അപ്പോൾ 2 4 6 8 നമ്മൾ എന്താ നോക്കേണ്ടത്? 2ൽ നിന്ന് 4ലേക്ക് +2 ആഡ് ചെയ്യണം അല്ലേ. 4 നിന്ന് 6ലേക്ക് +2 ആഡ് ചെയ്യണം. 6 to 8 +2 ആഡ് ചെയ്യണം. കണ്ടോ, ഇവിടെ എന്താണ്? എല്ലതും ഒരേ വാല്യൂ കൊണ്ടാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. എല്ലാ നമ്പേഴ്സിനെയും നമ്മൾ ഈ തന്നിരിക്കുന്ന ടേമുകളെയൊക്കെ നമ്മൾ ഒരേ നമ്പർ കൊണ്ടാണ് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നെക്സ്റ്റ് സീക്വൻസ് നോക്കാം. 1 3 5 7 9 അല്ലേ. 1 3 ആണെങ്കിൽ +2, 3 5 ആണെങ്കിൽ +2, 5 7 ആണെങ്കിൽ +2, 7 9 ആണെങ്കിൽ +2. കണ്ടോ, ഇവിടെ നമ്മൾ തന്നിരിക്കുന്ന നമ്പേഴ്സിനെ മുഴുവൻ ഏത് നമ്പർ കൊണ്ടാണ് ആഡ് ചെയ്തിരിക്കുന്നത്? 2 കൊണ്ട്. ഇനി നെക്സ്റ്റ് നോക്കാം. 1 1/2 1/2 ആവണമെന്നുണ്ടെങ്കിൽ ഏതുകൊണ്ടായിരിക്കും ആഡ് ചെയ്തിട്ടുണ്ടാവുക? ഹാഫ് ഉണ്ട്. അതുപോലെ 1/2 1/2 പ്ലസ് ഹാഫ് എത്രയായിരിക്കും അല്ലെ? 1.5 അരയും കൂടി ചേർന്ന 2. അപ്പൊ ഈ തന്നിരിക്കുന്നതിനെയൊക്കെ നമ്മൾ എന്തുകൊണ്ട് ആഡ് ചെയ്തിട്ടുണ്ടാവും? ഹാഫ് വെച്ച് ആഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് മനസ്സിലായി എന്താണ് ഈ തന്നിരിക്കുന്നത് 3 അല്ലെ. 3 സീക്വൻസുകളും നമ്മൾ ഒരേ നമ്പർ കൊണ്ടാണ് ആഡ് ചെയ്യുന്നത്. അതായത് ഇതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് സെയിം ആണ്. അപ്പൊ രണ്ടാമത്തെ ടേമിൽ നിന്ന് നമ്മൾ ആദ്യത്തെ ടേം ലെസ് ചെയ്ത് കിട്ടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. നോക്കുക, കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ രണ്ടാമത്തെ ടേം ഏതാണ്? 4 അല്ലെ. അപ്പൊ 4 - 2 എത്രയാ വരിക? 4 - 2 2 ആണ്. ഇനി നെക്സ്റ്റ് നോക്കുക. ഇനി 6 - 4 എത്രയാ വരിക? 2 ആണ്. ഇനി അടുത്ത ടേം ഏതാണ്? 8 - 6. തൊട്ട് മുന്നത്തെ ടേം കൊണ്ട് മൈനസ് ചെയ്യുക. അതായത് അടുത്തടുത്ത കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ്. ഇതൊക്കെ എന്താണ്? അടുത്ത കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിൽ രണ്ടാമത്തെ നമ്പറിനെ ആദ്യത്തെ നമ്പർ കൊണ്ട് സബ്ട്രാക്ട് ചെയ്ത് കിട്ടുന്നതാണ് എന്ത്? കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കുക, ആദ്യത്തെ കേസിൽ നമ്മുടെ ഡിഫറൻസ് അല്ലെ, അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് എന്താണ്? 3ലും സെയിം ആണ്. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കുക, ഇതിൽ 3ലും കോമൺ ഡിഫറൻസ് സെയിം ആണ്. ഏത് കേസിൽ? ആദ്യത്തെ കേസിൽ. ഇതുപോലെ നോക്കുക, ഇതിന്റെ കോമൺ ഡിഫറൻസ് 3 ന്ന് 1 പോയാൽ 2 അല്ലെ. 5 - 3 2, 7 - 5 2, 9 - 7 2. ഇവിടെ എന്താണ്? കോമൺ ഡിഫറൻസ് സെയിം ആണ്. ഇനി ഇവിടുത്തെ കേസ് നോക്കാം. 1 1/2 ആയി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 1 1/2 - 1 1/2 ന്ന് 1 പോയാൽ എത്രയായിരിക്കും? ഹാഫ് ആയിരിക്കും. ഇനി 2 ന്ന് 1 1/2 പോയാൽ എത്രയായിരിക്കും? ഹാഫ് ആയിരിക്കും. കാരണം 2 ന്ന് 1.5 പോയി കഴിഞ്ഞാൽ അരയാണ്. 2 1/2 പോയി കഴിഞ്ഞാൽ ഹാഫ് ആണ്. ഇത് നിങ്ങൾ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ തന്നെയാണ് കിട്ടുക. ഇപ്പൊ ഇവിടെ നമുക്ക് 3 കേസ് എടുത്തപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? 3 സീക്വൻസിന്റെയും കോമൺ ഡിഫറൻസ് സെയിം ആണ് അല്ലെ. 3 അല്ല, ഓരോ സീക്വൻസ് എടുക്കുമ്പോഴും അല്ലെ അതിലെ ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? സെയിം ആണ്. അപ്പൊ കോമൺ ഡിഫറൻസ് സെയിം ആയിട്ടുള്ള സീക്വൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഭാഗത്തിൽ ഇത്രയേ ഉള്ളൂ. കോമൺ ഡിഫറൻസ് സെയിം ആയ സീക്വൻസിനെ നമ്മൾ എന്ത് പറയുന്നു? അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നു. ഇതിൽ എത്ര ടേംസ് ഉണ്ടെങ്കിലും ആ ടേമുകൾ തമ്മിൽ രണ്ടാമത്തെ ടേമിൽ നിന്ന് ആദ്യത്തെ ടേം സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പർ സെയിം ആണോ എല്ലാ കേസിലും എങ്കിൽ ഈ സീക്വൻസിനെ നമുക്ക് എന്ത് പറയാം? അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയാം. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഫസ്റ്റ് വൺ എന്താണ്? അരിത്തമെറ്റിക് സീക്വൻസ് ആണ്.
രണ്ടാമത്തത് അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഇനി ഞാൻ വേറൊരു എക്സാമ്പിൾ തരാം. 1 4 16 64 നോക്കാം. 1 4 ആവാൻ അപ്പൊ എന്ത് ചെയ്യണം? 4 - 1 എത്രയാണ്? 3 ആണ്. അപ്പൊ ആദ്യത്തെ കോമൺ ഡിഫറൻസ് 3 കിട്ടി. ഇനി 16 - 4 എന്താ വരുന്നത്? 12. ഇത് എന്താണ്? ഇത് 1 4 16 64 എന്ന് പറയുന്നത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? അല്ല. കാരണം എന്താണ്? അരിത്തമെറ്റിക് സീക്വൻസ് ആണെങ്കിൽ എന്തായിരിക്കണം? നമ്മുടെ കോമൺ ഡിഫറൻസ് സെയിം ആയിരിക്കണം. ഈ കേസിൽ എന്തല്ല? ഈ സീക്വൻസിൽ കോമൺ ഡിഫറൻസ് സെയിം അല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ദിസ് ഈസ് നോട്ട് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. അപ്പൊ ഇനി നമുക്ക് ടെക്സ്റ്റൽ ആക്ടിവിറ്റീസിൽ അരിത്തമെറ്റിക് സീക്വൻസിലെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ നമ്മുടെ ആക്ടിവിറ്റിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. നമുക്കിവിടെ ക്വസ്റ്റ്യൻ ഫുള്ള് ഞാൻ എഴുതിയിട്ടില്ല. അതായത് നമുക്കിവിടെ ഈ പറഞ്ഞ റൂള് പ്രകാരം നമ്മൾ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന സീക്വൻസുകൾ ഉണ്ടാക്കുക, അതിന്റെ കോമൺ ഡിഫറൻസ് കാണുക, അത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ അല്ലയോ എന്ന് നമ്മൾ പറയണം വിത്ത് റീസൺ അടക്കം നമ്മൾ പറയണം. ഈ തന്നിരിക്കുന്നത് എന്താണ്? അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്നുള്ളത്. അപ്പൊ അതിന് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് ക്ലൂസ് വന്ന് എന്താണ്? സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ്. അപ്പൊ നമ്മളിവിടെ എന്തിന്റെ സീക്വൻസ് ആണ് എഴുതേണ്ടത്? അപ്പൊ ആദ്യത്തെ ക്വസ്റ്റൻ ആണ് സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ് അല്ലെ. അപ്പൊ ഓഡ് നമ്പേഴ്സ് ഏതാ നമുക്കറിയാം? 1 3 5 7 ഇതാണ് ഓഡ് നമ്പേഴ്സിന്റെ സീക്വൻസ്. അതിൽ എന്തും കൂടി എഴുതണം എന്ന് പറഞ്ഞിട്ടുണ്ട്? കോമൺ ഡിഫറൻസ് എഴുതണം. അപ്പൊ ആദ്യം നമ്മൾ കോമൺ ഡിഫറൻസ് എഴുതാം. നോക്കാം നമ്മൾ അല്ലെ. അപ്പൊ 3 - 1 = 2. സെക്കൻഡിൽ നിന്ന് നമ്മൾ ഫസ്റ്റത്തെ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിന്റെ രണ്ടാമത്തേൽ നിന്ന് ആദ്യത്തേതാണ് സബ്ട്രാക്റ്റഡ്. അടുത്ത 5 - 3 രണ്ടാമത്തെ എടുത്തു. 5 - 3 ചെയ്യാം, 2 ആണ്. 7 - 5 = 2. ഇവിടെ മൂന്ന് കേസിലും എന്താണ്? കോമൺ ഡിഫറൻസ് സെയിം ആണ്. അപ്പൊ കോമൺ ഡിഫറൻസ് സെയിം ആണെങ്കിൽ ഇതെന്തായിരിക്കും? ഇറ്റ് ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെ. അപ്പൊ നമുക്കൊന്ന് പറയാം, ഇറ്റ് ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. അത് ഞാൻ ഷോർട്ട് ആക്കിയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അടുത്ത നോക്കുക, സീക്വൻസ് ഓഫ് ഈവൺ നമ്പേഴ്സ്. ഇതുപോലെ നമ്മൾ ഈവൺ നമ്പേഴ്സിനെ എടുക്കുക. ഈവൺ നമ്പേഴ്സ് എടുക്കുകയാണ്. ഏതാണ് ഈവൺ നമ്പേഴ്സ്? 2 4 6 8. ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിന്റെ കോമൺ ഡിഫറൻസ് CD എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ആണ്. ഓരോന്നിന്റെയും കോമൺ ഡിഫറൻസ് കാണണം. 4 - 2 = 2 അല്ലെ. 6 - 4 നെക്സ്റ്റ് തേർഡിൽ നിന്ന് സെക്കൻഡ് ചെയ്യാം. 6 - 4 2. 8 - 6 = 2. ഇവിടെയും കോമൺ ഡിഫറൻസ് സെയിം ആണ്. അപ്പം ഇറ്റ് ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഇതും എന്താണ്? അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഇനി നെക്സ്റ്റ് നോക്കാം, സീക്വൻസ് ഓഫ് ഫ്രാക്ഷൻസ് ഗോട്ട് ആസ് ഹാഫ് ദ ഓഡ് നമ്പേഴ്സ് അല്ലെ. സീക്വൻസ് ഓഫ് ഫ്രാക്ഷൻ ഓഫ് ദ ഓഡ് നമ്പേഴ്സ്. ക്വസ്റ്റ്യൻ ശരിക്കും ശ്രദ്ധിക്കണം. ഒന്നുകൂടി പറയാം, സീക്വൻസ് ഓഫ് ഫ്രാക്ഷൻസിന്റെയാണ് കണ്ടത്. ഗോട്ട് ആസ് ഹാഫ് ദ ഓഡ് നമ്പേഴ്സ്. ഓഡ് നമ്പേഴ്സിന്റെ കൂടെ നമ്മൾ ഹാഫും കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഓഡ് നമ്പേഴ്സ് ഏതാണെന്ന് ആദ്യം നോക്കാം. ഏതാ ഓഡ് നമ്പേഴ്സ് വരുന്നത്? 1 3 5 7 ഇതാണ് നമ്മുടെ ഓഡ് നമ്പേഴ്സ് വരുന്നത്. അപ്പൊ ഇതിനോട് കൂടി നമ്മൾ എന്ത് ചെയ്യണം? ഹാഫ് ആഡ് ചെയ്യണം. അപ്പൊ 1 കൂടി എങ്ങനെയാ ഹാഫ് ആഡ് ചെയ്യാം? 1 × 1/2 എന്ത് വന്നു? ആദ്യത്തത് 1/2 അല്ലെ. നെക്സ്റ്റ് 3 × 1/2 = 3/2. അടുത്തത് 3/2. അടുത്തത് എന്ത് ചെയ്യണം? അടുത്ത നമ്പർ ഏതാണ്? 5. അപ്പൊ 5 × 1/2 എത്ര വരും? = 5/2. അതുപോലെ 7 × 1/2 എന്ത് വരും? 7/2 വരും. മനസ്സിലായോ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ തന്നിരിക്കുന്ന ഫ്രാക്ഷൻസിനെ ഓർഡറിൽ എഴുതാം. 1/2 ആണ് ആദ്യത്തത് അല്ലെ. സെക്കൻഡ് 3/2, പിന്നെ 5/2, നെക്സ്റ്റ് 7/2. ഇനി ഇതുപോലെ എന്ത് ചെയ്യണം? ഇതിനെ നമ്മൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. എങ്ങനെയാ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക? 3/2 - 1/2 ചെയ്യാം. ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് എളുപ്പത്തിൽ കിട്ടും. എത്ര വരിക? 2/2. 2/2 എന്ന് പറഞ്ഞ ആൻസർ എത്ര വരിക? 1 ആണ്. അപ്പൊ ഈ കേസിൽ നമ്മുടെ കോമൺ ഡിഫറൻസ് എത്രയാണ് വന്നത്? 1. ഇനി 5/2 നിന്ന് നമ്മൾ 3/2 ലെസ് ചെയ്യണം. നോക്കാം, 5/2 - 3/2 = വീണ്ടും 2/2 = 1 വന്നു. അപ്പൊ ഇവിടെയും 1 ആണ് കോമൺ ഡിഫറൻസ്, ഇവിടെയും 1 ആണ്. ഇനി ഒരു കേസും കൂടി നോക്കാണ്ട് അല്ലെ. ഏതാണ്? തേർഡ് 7/2 ആണ്. 7/2 - 5/2. അപ്പോൾ അതും എന്ത് വന്നു? 2/2. ആൻസർ എന്താ വരിക? 1. അപ്പൊ ഈ മൂന്ന് കേസിൽ നമ്മുടെ കോമൺ ഡിഫറൻസ് വന്നത് എത്രയാണ്? 1 ആണ്. കോമൺ ഡിഫറൻസ് 1 ആണെങ്കിൽ അതെന്തായിരിക്കും? അരിത്തമെറ്റിക് സീക്വൻസ് ആയിരിക്കും. അപ്പൊ ഇതാണ് 3 ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. എന്താണ്? സീക്വൻസ് ഓഫ് പവർ ഓഫ് 2. അപ്പം സീക്വൻസ് ഓഫ് പവർ ഓഫ് 2 അല്ലെ. അപ്പൊ പവർ ഓഫ് 2 ഏതൊക്കെയാണ്? 2ന്റെ പവേഴ്സ് ഏതൊക്കെയാണ്? അപ്പൊ നമുക്കറിയാം 2ന്റെ പവർ ആദ്യത്തെ 2^1, 2^2, 2^3, 2^4. ഇതാണ് 2ന്റെ പവേഴ്സ് വരുന്നത്. ഇനി നമ്പേഴ്സ് നമുക്ക് നോക്കാം. 2^1 എന്ന് പറയുമ്പോൾ 2 ആണ്. സീക്വൻസ് എഴുതാം കേട്ടോ. 2^2 എന്ന് പറഞ്ഞാൽ 4 ആണ്. 2^3 എന്ന് പറഞ്ഞാൽ എത്രയാ? 2 × 2 × 2 അത് 8 വരും അല്ലെ. 2^4 എന്ന് പറയുമ്പോൾ 2 2s are 4, 4 2s are 8, 8 2s are 16. നോക്കാം. ഇനി നമ്മൾ ഇതിന്റെ ഡിഫറൻസ് നോക്കാം.
എങ്ങനെയാണ് 4 മൈനസ് 2 നമ്മൾ കണ്ടുപിടിക്കുന്നത് കോമൺ ഡിഫറൻസ് സി ഡി എത്രയാണ് 4 മൈനസ് 2 എത്രയാണ് വരിക 2 ആണ് വരിക 8 മൈനസ് 4 16 മൈനസ് 8 കണ്ടോ ആദ്യത്തെ കേസിൽ നമ്മുടെ കോമൺ ഡിഫറൻസ് 2 ആണ് വന്നത് രണ്ടാമത്തേതിൽ 4 ആണ് വന്നത് തേർഡ് വൺ 8 ആണ് ഇവിടെ കോമൺ ഡിഫറൻസ് സെയിം ആണോ അല്ല കോമൺ ഡിഫറൻസ് ഡിഫറെന്റ് ആണ് കോമൺ ഡിഫറൻസ് ഡിഫറെന്റ് ആണെങ്കിൽ അത് എന്തായിരിക്കില്ല അത് അരിത്തമെറ്റിക് സീക്വൻസ് ആയിരിക്കില്ല അപ്പൊ നമുക്ക് ഇവിടെ എന്ത് പറയാം ഇറ്റ് ഈസ് നോട്ട് എ അരിത്തമെറ്റിക് സീക്വൻസ് അല്ലേ ഇത് എന്തല്ല അരിത്തമെറ്റിക് സീക്വൻസ് അല്ല ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഇപ്പൊ ചെയ്തത് 4th വൺ ആണ് ഇനി 5th വൺ സീക്വൻസ് ഓഫ് റെസിപ്രോക്കൽ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് സീക്വൻസ് ഓഫ് റെസിപ്രോക്കൽസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്താണ് സീക്വൻസ് ഓഫ് റെസിപ്രോക്കൽസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് അപ്പൊ ആദ്യം നമ്മൾ എന്ത് എഴുതണം ക്വസ്റ്റ്യൻ തരുമ്പോൾ നിങ്ങൾ കറക്റ്റ് വായിച്ചു നോക്കുക എന്താണ് നാച്ചുറൽ നമ്പേഴ്സ് അല്ലെ സാധാ കൗണ്ടിങ് നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എഴുതി ഇനി ഇതിന്റെ റെസിപ്രോക്കൽ എഴുതണം അപ്പൊ 1ന്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് എന്താണ് 1/1 ആണ് 2 എന്ന് പറഞ്ഞ റെസിപ്രോക്കൽ അല്ല ഇതിന്റെ ഫ്രാക്ഷണൽ ഫോം ആണ് ഇപ്പൊ എഴുതി വെച്ചത് 1 എന്ന് പറഞ്ഞാൽ 1/1 2 എന്ന് പറഞ്ഞാൽ 2/1 അല്ലേ ഫ്രാക്ഷൻ ആക്കുമ്പോൾ ബൈ 1 ആണ് വരിക ഇങ്ങനെയാണ് വരുന്നത് ഇനി നമ്മൾ എന്ത് ചെയ്യണം ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കണം റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ 1ന്റേത് 1/1 തന്നെ വരും 2 എന്ന് പറയുമ്പോൾ ഇതെന്താവും 1/2 ആവും 3 എന്ന് പറയുമ്പോൾ എന്താവും 1/3 അല്ലേ 1/3 അടുത്തത് 1/4 ഇങ്ങനെയാണ് നമ്മുടെ ഫ്രാക്ഷൻ വരുന്നത് ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം കോമൺ ഡിഫറൻസ് കാണണം എന്നിട്ട് എന്ത് നോക്കണം ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് നമ്മൾ നോക്കണം ഞാൻ 4th വൺ മയക്കുകയാണ് എങ്കിലേ നമുക്ക് ഇവിടെ ചെയ്യാൻ സ്ഥലം ഉണ്ടാവുള്ളൂ അപ്പൊ നോക്കാം എന്താണ് ഇനിയിപ്പോ ഏതൊക്കെയാണ് നമ്മൾ കോമൺ ഡിഫറൻസ് നോക്കേണ്ടത് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുകയാണ് രണ്ടാമത്തെ നമ്പർ ഏതാ 1/2 നിന്ന് നമ്മൾ 1/1 ലെസ് ചെയ്യണം അപ്പൊ 1/2 മൈനസ് 1/1 എന്ത് ചെയ്യണം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ ഫ്രാക്ഷൻ നമ്മൾ 9th സ്റ്റാൻഡേർഡിന്റെ ഫ്രാക്ഷൻസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ നമ്മൾ ഫ്രാക്ഷണൽ നമ്പേഴ്സിന്റെ സബ്ട്രാക്ഷനും അഡീഷനും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ അത് ഞാൻ വീണ്ടും ഇനി പറയുന്നില്ല ഇതിനെ റെസിപ്രോക്കൽ എടുക്കുകയാണ് അപ്പം 1/2 ഇൻറ്റു 1/1 എന്ന് പറയുമ്പോൾ എന്താ വരിക 1/2 മൈനസ് ഇനി ഈ 2നെ അല്ലെ ആദ്യത്തെ ഫ്രാക്ഷന്റെ ഡിനോമിനേറ്ററിനെ രണ്ടാമത്തെ ഫ്രാക്ഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പൊ അതെന്ത് വന്നു 2/2 വരും അപ്പം 1/2 മൈനസ് 2/2 1 മൈനസ് 2 എന്താണ് മൈനസ് 1/2 ആണ് ആദ്യത്തെ കോമൺ ഡിഫറൻസ് വരുന്നത് ഇനി നമുക്ക് നോക്കാം രണ്ടാമത്തെ ഫ്രാക്ഷൻ ഏതാണ് തേർഡ് ഫ്രാക്ഷൻ ഏതാണ് 1/3 അതായത് തേർഡ് ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ തേർഡ് ഈ സീക്വൻസിലെ തേർഡ് ടേം ഫസ്റ്റ് ടേം സെക്കൻഡ് ടേം തേർഡ് ടേം തേർഡിൽ നിന്ന് നമ്മൾ ഏത് ടേം ലെസ് ചെയ്യണം സെക്കൻഡ് ലെസ് ചെയ്യണം അപ്പോഴാണ് നമുക്ക് അടുത്ത കോമൺ ഡിഫറൻസ് കിട്ടുക അപ്പോൾ അത് എത്രയാണ് വരുന്നത് 1/3 മൈനസ് 1/2 ഇത് നമ്മൾ എന്ത് ചെയ്യണം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം ആദ്യത്തെ ഫ്രാക്ഷൻ 1/3 ആണ് അത് ഇൻറ്റു 2/2 അപ്പോൾ 1/3 ഇൻറ്റു 2/2 എന്താ വരിക 2/6 മൈനസ് അടുത്ത ഫ്രാക്ഷൻ ഏതാ 1/2 അതിനെ ഈ ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ 1/2 ഇൻറ്റു 3/3 3/6 സബ്ട്രാക്ട് ചെയ്താൽ എന്താ വരിക മൈനസ് 1/6 ഇനി നമ്മൾ നോക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല കാരണം ആദ്യത്തെ രണ്ടെണ്ണത്തിൽ തന്നെ ഈക്വൽ ആയിട്ട് കിട്ടിയിട്ടില്ല അതുകൊണ്ട് നമുക്ക് എന്ത് നോക്കണ്ട ഇതിന്റെ കോമൺ ഡിഫറൻസ് ഇനി ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് എന്ത് തന്നെ പറയാം ഇറ്റ് ഈസ് നോട്ട് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് അല്ലേ ഇതെന്തല്ല അരിത്തമെറ്റിക് സീക്വൻസ് അല്ല അരിത്തമെറ്റിക് സീക്വൻസ് ആണെങ്കിൽ കോമൺ ഡിഫറൻസ് എന്തായിരിക്കും സെയിം ആയിരിക്കും അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എത്രയേ ഉള്ളൂ ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ വരുന്നത് നോക്കാം അപ്പം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് നമുക്കിവിടെ കുറച്ച് സ്ക്വയേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ അതിൽ കുറച്ച് ഭാഗങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് കളർ ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ അതിനെവിടെ ഇങ്ങനെ കളർ ചെയ്ത ഭാഗം ഇവിടെ മാർക്ക് ചെയ്യുകയാണേ നോക്കാം നമുക്ക് കളർ ചെയ്ത സ്ക്വയേഴ്സിനെയാണ് നമ്മൾ നോക്കേണ്ടത് അപ്പം ഇഫ് ദ പാറ്റേൺ ഈസ് കണ്ടിന്യൂഡ് ടു ഡു സോ ഡു ദ നമ്പർ ഓഫ് കളേർഡ് സ്ക്വയർ ഫോം ആൻഡ് അരിത്തമെറ്റിക് സീക്വൻസ് കണ്ടോ അപ്പൊ നമ്മൾ ഈ ഫോം ഇങ്ങനെ പോവുകയാണെങ്കിൽ അപ്പൊ ഇവിടെ ആദ്യത്തെ കേസ് എടുക്കുക ആദ്യത്തെ കേസിൽ എന്താ ചെയ്തിരിക്കുന്നത് എത്ര സ്ക്വയേഴ്സ് ഉണ്ട് നോക്കാം 1 2 3 4 5 6 7 8 അല്ലേ ആദ്യത്തേൽ ഷെയ്ഡ് ചെയ്ത് കളർ ചെയ്ത് എത്ര സ്ക്വയേഴ്സ് ഉണ്ട് 8 സ്ക്വയേഴ്സ് ഉണ്ട് രണ്ടാമത്തെ നോക്കാം 1 2 3 4 5 6 7 8 9 10 11 12 അല്ലേ അപ്പൊ ആദ്യത്തേൽ എത്ര സ്ക്വയേഴ്സ് ഉണ്ട് ആദ്യത്തേൽ 8 സ്ക്വയേഴ്സ് ഇനി രണ്ടാമത്തെ നോക്കാം രണ്ടാമത്തേൽ എത്രയാണ് 12 സ്ക്വയേഴ്സ് ഇനി തേർഡ് വൺ അല്ലേ തേർഡ് വണ്ണിൽ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 സ്ക്വയേഴ്സ് ആണ് ഉള്ളത് ഇതാണ് നമ്മുടെ സീക്വൻസ് വരുന്നത് അപ്പൊ നമ്മളോട് പറയാണ് ഈ പാറ്റേൺ ഇതുപോലെ പോവുകയാണെങ്കിൽ അല്ലെ ഈ സീക്വൻസ് അരിത്തമെറ്റിക് സീക്വൻസ് ആയിരിക്കുമോ അപ്പൊ അതിന്റെ റീസൺ എന്താണ് എന്നുള്ളതാണ് നമ്മളോട് ചോദിക്കുന്നത് അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും വരിക അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അല്ലെ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എടുക്കുക
അതിന്റെ ഡിഫറൻസ് കാണുക. കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, അടുത്തടുത്ത് വരുന്ന നമ്പേഴ്സ്. അപ്പൊ നോക്കുക 12 മൈനസ് 8, 12 മൈനസ് 8 എത്രയാ 4, 16 മൈനസ് 12 എത്രയാ 4. അപ്പൊ ഇവിടെ എന്താണ്, കോമൺ ഡിഫറൻസ് സെയിം ആണ്. കോമൺ ഡിഫറൻസ് സെയിം ആയിട്ടുള്ള സീക്വൻസിനെ നമ്മൾ എന്ത് പറയുന്നു, അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നു. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഇതിങ്ങനെ തുടർന്ന് പോവുകയാണെങ്കിൽ അല്ലെ, അപ്പൊ നെക്സ്റ്റ് എത്ര വരും, 8 ആണ്, 12, 16, 16 കഴിഞ്ഞ് നെക്സ്റ്റ് എത്രയായിരിക്കും വരിക, 4 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 20, 24, ഇങ്ങനെയായിരിക്കും നമ്മുടെ സ്ക്വയർ പോകുന്നുണ്ടാവുക. അപ്പൊ ഇതിൽ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പം നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ വരുന്നത് ഇതാണ്. നമുക്കിവിടെ കുറച്ച് സ്ക്വയേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആദ്യത്തെ റെക്ടാംഗിളിൽ എത്ര സ്ക്വയർ ഉണ്ട്, 2 സ്ക്വയർ ഉണ്ട്. ഇവിടെ 1 2 3 4 4 എണ്ണം. ഇവിടെ ഇതൊക്കെ സ്ക്വയർ ആണ്. 1 2 3 4 5 6 എണ്ണം. ഇവിടെ 1 2 3 4 5 6 7 8 സ്ക്വയേഴ്സ്. ചെറിയ സ്ക്വയേഴ്സ് എത്ര എണ്ണം ഉള്ളത്, 8 ആണ്. ഇത് ശരിക്കും സ്ക്വയർ ഒന്നും ആയിട്ടെല്ലാം തോന്നുന്നു വരച്ചത്, പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക അത് ചെറുത് സ്ക്വയേഴ്സ് ആണ്. നിങ്ങൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് നോക്കുക. ഓക്കെ, അപ്പം എന്താ ചോദിച്ചത്, ഹൗ മെനി സ്മോൾ സ്ക്വയേഴ്സ് ആർ ദർ ഇൻ റെക്ടാംഗിൾ അല്ലെ. ഹൗ മെനി സ്മോൾ സ്ക്വയേഴ്സ് ആർ ദർ ഇൻ റെക്ടാംഗിൾ. ഓരോ റെക്ടാംഗിളിലും സ്മോൾ സ്ക്വയേഴ്സ് എത്രയുണ്ട് എന്നുള്ളതാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ നോക്കുക, ഈ സ്മോൾ സ്ക്വയേഴ്സിൽ എത്ര എണ്ണം ഉണ്ട് റെക്ടാംഗിളിൽ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മളോട് വെറുതെ നമ്മൾ സ്ക്വയേഴ്സ് അവിടെ എഴുതി വെച്ചാൽ മതിയോ, പോരാ, അതിന്റെ സീക്വൻസ് ആണ് നമ്മൾ ഉണ്ടാക്കേണ്ടി വരിക. അപ്പൊ നോക്കുക എത്ര സ്മോൾ സ്ക്വയേഴ്സ് ഉണ്ട്. ആദ്യത്തേൽ 2 എണ്ണം, രണ്ടാമത്തതിൽ 1 2 3 4 അല്ലെ. തേർഡ് വണ്ണിൽ 1 2 3 4 5 6, ഫോർത്ത് 1 8. ഇങ്ങനെയാണ് നമ്മുടെ സീക്വൻസ് പോകുന്നത് അല്ലേ. അപ്പം ഇതുപോലെ തന്നിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഇത് സീക്വൻസ് ആണോ നോക്കേണ്ടി വരും. അപ്പൊ നമുക്ക് നോക്കാം. 4 മൈനസ് 2 അല്ലെ, കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എടുക്കുക, ഡിഫറൻസ് നോക്കുക. 6 മൈനസ് 4 2, 8 മൈനസ് 6 2. ഇവിടെ എന്താണ്, നമ്മുടെ കോമൺ ഡിഫറൻസ് സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ആദ്യത്തെ കേസിൽ ഇറ്റ് ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. അരിത്തമെറ്റിക് സീക്വൻസ് ആണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അടുത്തത്, ഹൗ മെനി ലാർജ് സ്ക്വയേഴ്സ്. എത്ര ലാർജ് സ്ക്വയേഴ്സ് ഉണ്ടാവും. എങ്ങനെയാണ് നിങ്ങൾ ലാർജ് സ്ക്വയേഴ്സ് നോക്കുക. ആദ്യത്തെ കേസിൽ ലാർജ് സ്ക്വയർ ഉണ്ടോ, ഇത് രണ്ടും കൂടി കൂട്ടിയാൽ ഒരു സ്ക്വയർ ആവോ, ഇല്ല. അപ്പൊ ആദ്യത്തെ കേസിൽ നമുക്ക് എന്ത് പറയാം, 0 അല്ലെ. ആദ്യത്തെ പാറ്റേണിൽ വരുന്നത് 0 ആണ്. ഇനി രണ്ടാമത്തേൽ നോക്കുക. രണ്ടാമത്തേൽ എത്ര ലാർജ് സ്ക്വയേഴ്സ് ആയിട്ട് ഉണ്ടാവും, എത്ര സ്ക്വയേഴ്സ് ഉണ്ടാവും ലാർജ് സ്ക്വയർ. ഈ കേസിൽ 1 അല്ലെ. എത്ര ഉണ്ടാവും, 1, ഒറ്റയൊന്ന്. കാരണം നോക്കുക നിങ്ങൾ, ഇത് മൊത്തത്തിലാണ് ചോദിക്കുന്നത്, ഇത് റെക്ടാംഗിൾ ആണ്, അതുകൊണ്ട് ഇത് സ്ക്വയർ അല്ല. അപ്പൊ ഇവിടെ എത്ര ഉണ്ടാവും, എത്ര ഉണ്ടാവുക, 1. അടുത്തത് ഇവിടെ ഈ കേസിൽ നമുക്ക് എത്ര ലാർജ് സ്ക്വയേഴ്സ് ആക്കി മാറ്റാം ഇതിനെ, അതായത് ഈ തന്നിരിക്കുന്നതിനെ ലാർജ് സ്ക്വയർ ആക്കി എത്ര രൂപത്തിൽ മാറ്റാം. അപ്പൊ നിങ്ങൾ നോക്കുക, ഇവിടെ നോക്കേ, ഇതിപ്പോ ഒരു റെക്ടാംഗിൾ ആണ്, പക്ഷെ ഇതിൽ നമുക്ക് ഇതിനെ 2 സ്ക്വയർ ആക്കി മാറ്റാം. എങ്ങനെയാണത്, ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഇതൊരു സ്ക്വയർ ആയോ, ഈ ഭാഗം ഇല്ലെങ്കിൽ ഇതെന്താണ്, ഒരു സ്ക്വയർ ആണ്. അതുപോലെ തന്നെ ഇത് മാറ്റി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താവും, ഒരു സ്ക്വയർ ആവോ. അപ്പൊ ഈ റെക്ടാംഗിളിൽ നിന്ന് നമുക്ക് എത്ര സ്ക്വയർ ആക്കി മാറ്റാം, 2 സ്ക്വയർ ആക്കി മാറ്റാം. അപ്പൊ അടുത്ത പാറ്റേണിൽ വരുന്നത് 2. ഇനി നെക്സ്റ്റ് നോക്കാം. ഇതുപോലെ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഇവിടെ ഒരു സ്ക്വയർ, ഇതൊരു സ്ക്വയർ. ഇനി ഈ 2 ഭാഗം ഒഴിവാക്കിയിട്ടില്ലേ, നോക്കുക, നിങ്ങൾ ഒന്ന് നോക്കുക. ഈ 2 ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്തായി, ഇതൊരു സ്ക്വയർ ആയി. അതുപോലെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്ക്വയർ ആയി. അപ്പൊ ടോട്ടൽ 2 സ്ക്വയർ. ഇനി ഈ ആദ്യത്തെ ഭാഗം ഒഴിവാക്കുക, നടുവിലെ 2 ഭാഗങ്ങൾ എടുത്തു നോക്കുക. ഇപ്പൊ ഇതെന്തായി, ഈ നടുവത്തെ ഭാഗം വെച്ച് നോക്കൂ നിങ്ങൾ, ഇത് മാത്രം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്തായി, ഒരു സ്ക്വയർ ആയി മാറി. അപ്പൊ എത്ര കേസ് വന്നു, 3 സ്ക്വയേഴ്സ് ആക്കി മാറ്റാം. 0 1 2 3 അല്ലേ. ഇനി ഇതിന്റെ കോമൺ ഡിഫറൻസ് നോക്കുക. ഏതൊക്കെയാ വരിക, 1 മൈനസ് 0 1, 2 മൈനസ് 1 1, 3 മൈനസ് 2 1. ഇവിടെ എന്താണ്, കോമൺ ഡിഫറൻസ് സെയിം ആണ്. നമുക്ക് എന്ത് പറയാം, ഇറ്റ് ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഇതെന്താണ്, അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അപ്പം ഇതിൽ 3 ഉള്ളൂ. അപ്പൊ ഇനി ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യാം.